ഹസ്കർ, ഇപ്പോൾ ഈ വിവാദം വൈദേകം എന്ന വിഷയം വീണ്ടും ചർച്ചയാക്കിയത് EP ആണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതിന് കാരണവുമുണ്ടല്ലോ. കാരണം ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിലാണ് EP ആ രൂപത്തിലുള്ള പ്രതികരണം ആദ്യം നടത്തുന്നത്. ഇവിടെ മത്സരം UDF-ഉം LDF-ഉം തമ്മിലല്ല, LDF-ഉം BJP-യും തമ്മിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു 5 ഇടത്തെങ്കിലും മികച്ച സ്ഥാനാർത്ഥികളുണ്ട്, മിടുക്കർ എന്നല്ല മികച്ച സ്ഥാനാർത്ഥികളുണ്ട് BJP-ക്ക് എന്നാണ്. അത് ഏതൊക്കെ മണ്ഡലങ്ങളിലെന്നും അദ്ദേഹം വിശദമായി പറയുകയുണ്ടായി. അപ്പോൾ പിന്നീടിപ്പോൾ ഞാൻ പറയുന്നത് സംഘപരിവാർ ശക്തികൾ ഇവിടെ ശക്തിപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഞാൻ നടത്തുന്നതെന്നും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളുണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരുന്നില്ല. BJP-യുടെ കാര്യം അപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചതാണ്, മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ആ രൂപത്തിൽ പറഞ്ഞു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ആ മറുപടി എത്രത്തോളം ശക്തമായ മറുപടിയാണ്? ഈ ചർച്ചകൾക്ക് യഥാർത്ഥത്തിൽ കാരണമായത് EP-യുടെ പ്രതികരണമല്ലേ ഹസ്കർ? സ്മൃതി, നമ്മൾ EP-യെ വിലയിരുത്തുമ്പോൾ അദ്ദേഹം വളരെ നിഷ്കളങ്കനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവായിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് മറ്റു പല രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ കാപട്യം നിറഞ്ഞ പെരുമാറ്റം നടത്തുന്നതിന് EP-ക്ക് കഴിയാറില്ല. ഹൃദയത്തിൽ തോന്നുന്നത് അദ്ദേഹം പറയുക തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ സ്വാഭാവികമായി മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ പാരഫെർനീലിയ വെച്ചിട്ടും മറ്റു തരത്തിലും അദ്ദേഹം മനസ്സിലുള്ളത് മറച്ചു വെച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന നേതാവായിട്ട് നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ അങ്ങനെ അടയാളപ്പെടുത്താനാവില്ല. അപ്പോൾ EP നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങൾ പലപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ആകമാനം പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അത് മാധ്യമങ്ങൾ പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ നിന്നും വളച്ചൊടിക്കലുകൾ നടത്തുന്നത് കൊണ്ട് മാത്രമാണ്. വൈദേഹം നമുക്കറിയാം വളരെ കാലം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. വൈദേഹത്തെ സംബന്ധിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ആദ്യം അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കുന്നുതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പരാതിയുമായി മുന്നോട്ട് വരുന്നു. അതിനുശേഷം അത് പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ തന്നെ വലിയ വിവാദങ്ങൾ വഴിതെളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം അതിൻ്റെ ഷെയർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകൻ്റെയും പേരിലുണ്ടായിരുന്ന ഷെയർ വിട്ടുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് ഏറ്റെടുത്ത സ്ഥാപനത്തെ സംബന്ധിച്ച് അതില്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണം നടത്തുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് എന്നുള്ളതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരവധി വ്യവസായങ്ങൾ നടത്തുന്ന ഒരു വ്യവസായി കൂടിയാണ്. അദ്ദേഹം ലാഭം കൊയ്യുന്നതിനു വേണ്ടി നടത്തുന്ന വ്യവസായ പെരുമാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവുമായി ഏതെങ്കിലും തരത്തിൽ EP-ക്ക് അടുപ്പമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യവസായ ബന്ധമുണ്ട്, കച്ചവട ബന്ധമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത് അത് പുകമറ സൃഷ്ടിക്കാനാണ്. കാര്യങ്ങൾ വിശദീകരിക്കേണ്ടേ? എനിക്ക് എവിടെയും ഷെയർ ഇല്ല, എനിക്ക് കൈരളിയിലാണ് ആകെ ഒരു ഷെയർ ഉള്ളത് എന്നാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. ഭാര്യയ്ക്ക് ഒരു കമ്പനിയിൽ ഷെയർ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. വൈദേകം എന്ന വാക്ക് പോലും അദ്ദേഹം പറയാൻ തയ്യാറാകുന്നില്ല. ഈ നിരാമയയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അവർ ഏത് രൂപത്തിലുള്ള ബിസിനസ് നടത്തുന്നവരാണ് എന്നും പറയുന്നുണ്ട്. അത് ഞാനാണെങ്കിൽ അതിൻ്റെ ഒരു ഉപദേഷ്ടാവാണ്, ഉപദേശം നൽകുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്ന 81.99 ലക്ഷം രൂപയുടെ നിക്ഷേപം, മകൻ ജേസ് ഉണ്ടായിരുന്ന 10 ലക്ഷം രൂപയുടെ ഷെയർ, ഭാര്യയ്ക്ക് ഉണ്ടായിരുന്ന 25 ലക്ഷം രൂപയുടെ വായ്പ, ഈ കണക്കുകളൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ്, ഇതൊക്കെ പുറത്തു വന്നപ്പോഴാണ്, ഇത് പാർട്ടി ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ ഇന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ല എന്ന മട്ടിൽ അദ്ദേഹം എന്തിനാണ് പറഞ്ഞൊഴിയുന്നത്? അങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, പാർട്ടിക്കകത്ത് ചർച്ചയായതാണല്ലോ, സംസ്ഥാന കമ്മിറ്റിയിൽ P. ജയരാജൻ ഉന്നയിച്ചതാണല്ലോ, അതിനുശേഷം പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്തതാണല്ലോ, പാർട്ടി തന്നെ ഒരു അന്വേഷണം നടത്തിയതാണല്ലോ. EP കുറച്ചു കാലം മാധ്യമങ്ങളിൽ നിന്നൊഴിഞ്ഞ് പാർട്ടി പരിപാടികളിൽ നിന്ന് ഒഴിഞ്ഞ് നടക്കുന്ന കാലം, ആ കാലം അത്ര പഴയ കാലമല്ലല്ലോ, 1 വർഷം മുൻപാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മറന്നു എന്നെങ്ങനെയാണ് EP കരുതുക? അങ്ങനെയല്ല, EP അതൊന്നും എല്ലാവരും മറന്നു എന്നുള്ള അർത്ഥത്തിലല്ല EP അതിനെ കണ്ടിട്ടുള്ളത്. EP അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നിഷ്കളങ്കനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം പഴയ കാര്യങ്ങളൊക്കെ തന്നെ വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പ്രതിരോധം തീർക്കുന്ന ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് നമുക്ക് ഒരിക്കലും എന്ന് അദ്ദേഹം പറഞ്ഞത് അതെന്ത് നിഷ്കളങ്കതയാണ്? അല്ല,
അതങ്ങനെയല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, പാർട്ടി അസന്നിഗ്ധമായി ഗോവിന്ദ മാസ്റ്റർ ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി ഇപിയെ സെക്രട്ടറി തിരുത്താൻ പറയുന്നതാണ് പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് നിലപാട്. പ്രതികരിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി പറയുന്നു തമ്മിലാണ്. LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ് മത്സരമെന്ന. പാർട്ടി സെക്രട്ടറിക്ക് വിശദീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ LDF കൺവീനർ എന്തിനാണ് പ്രതികരിച്ചത്? അത് തന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു പിഴവാണ് എന്ന രൂപത്തിൽ അദ്ദേഹം പ്രതികരിക്കണമായിരുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിലും താൻ അങ്ങനെയല്ല പറഞ്ഞത്, അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തതെന്ന് എങ്ങനെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? ഈ ബൈറ്റുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അല്ല, അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വളച്ചൊടിക്കുകയും അതിനെ മാറ്റി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഒരു വസ്തുതയെ സംബന്ധിച്ച് വസ്തുതകളിലേക്ക് നോക്കിക്കാണുമ്പോൾ ആ വസ്തുതയുടെ വ്യത്യസ്തമായ കോണുകളിൽ നിന്നാണല്ലോ നാം അനുഭവഭേദ്യമാകുന്നത്. അപ്പോൾ അത്തരത്തിലാണ് നിലവിൽ EP പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ആ EP പറഞ്ഞിട്ടുള്ള കാര്യത്തെ നമ്മൾ വ്യത്യസ്ത കോണുകളിൽ നിന്ന് നോക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. EP പറഞ്ഞത് വളരെ നിഷ്കളങ്കമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ ഇവിടെ ആർക്കും അറിയാൻ പാടില്ലാത്തത് LDF-ഉം UDF-ഉം തമ്മിലാണ് കേരളത്തിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരം നടക്കുന്നത്. BJPക്ക് മികച്ച സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് അത് വാസ്തവവിരുദ്ധമായി നമുക്കങ്ങനെ അടയാളപ്പെടുത്താനാവുമോ? BJPക്ക് മികച്ച സ്ഥാനാർത്ഥികളുണ്ട്, അതുപോലെ LDF-നും UDF-നും അതിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ മാറ്റിവെക്കുന്നത്. അപ്പോൾ BJPക്ക് മികച്ച സ്ഥാനാർത്ഥികളുണ്ട് എന്ന് പറഞ്ഞത് മാത്രമാണ് ഏറ്റവും വലിയ വിവാദമായി. അതൊരു CPM നേതാവ് പറയുമ്പോൾ LDF കൺവീനർ പറയുമ്പോൾ അത് ആ ഗൗരവത്തിൽ തന്നെ എടുക്കും എന്നുള്ള കാര്യമുണ്ട്. അത് അങ്ങനെ പറയാൻ പാടില്ലാത്തതായതുകൊണ്ടാണല്ലോ പിന്നീട് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അത് തിരുത്തുന്നത്. അത് പറഞ്ഞ് തെറ്റായി പോയത് കൊണ്ടാണല്ലോ. താങ്കൾ ഈ നിഷ്കളങ്കതയ്ക്കകത്തേക്കാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെ വെക്കുന്നത്. ആ പ്രതികരണങ്ങൾ പാർട്ടിക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്നുള്ളത് അത് പിന്നീട് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും തിരുത്തേണ്ടി വന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഇപ്പോൾ ഈ വിഷയം ഈ രൂപത്തിൽ ചർച്ചയാകാനും തുടർച്ചയായി പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയാനും ഇടയാക്കിയ സാഹചര്യം അത് നിഷ്കളങ്കതയിൽ പറഞ്ഞ് ഒതുക്കാവുന്ന കാര്യമാണോ ഹസ്കർ? സ്മൃതി, അതിൽ നാം കാണേണ്ടതെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ കഴിഞ്ഞ കുറേ നാളുകളായി നിരവധി ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കാറുണ്ട്. പക്ഷെ ആരോപണങ്ങളുടെ ആയുസ് ഒരു പകല് അന്തിയോളമാകുന്നിടത്തോളം മാത്രമാണ് എന്നുള്ളതല്ലേ നമ്മുടെ മുന്നിലുള്ള. പക്ഷേ ഹസ്കർ, എനിക്ക് പുതിയ തെളിവെന്താണ് പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലെന്ന് അറിയില്ല. പക്ഷേ EP-യുടെ ഭാര്യയ്ക്കും മകനും ആ റിസോർട്ടിൽ ഷെയർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ആ ഷെയറുകൾ പിന്നീട് പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ എവിടെയാണ് കളവ്? അവിടെ വെറുതെ കാര്യങ്ങൾ പറയല്ലോ, ഉണ്ടായ കാര്യങ്ങളാണല്ലോ. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് നിരാമയുടെ കമ്പനി പ്രതിനിധികൾക്കൊപ്പം EP-യുടെ കുടുംബാംഗങ്ങൾ നിൽക്കുന്ന പടമടക്കം കയ്യിലുണ്ട് എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ തന്നെ അതിലൊരു അത്ഭുതമൊന്നുമില്ല. കാരണം അങ്ങനെയൊരു കൈമാറ്റം അവിടെ നടന്നിട്ടുണ്ടല്ലോ, ഒരു ധാരണ നടന്നിട്ടുണ്ടല്ലോ. ആ സമയത്ത് അവർ പങ്കാളികളുമാണ്. അല്ല, സ്മൃതി, അതിനകത്ത് വൈദേഹത്തിലെ EP-യുടെ ഭാര്യയുടെയും മകൻ്റെയും പേരിലുണ്ടായിരുന്ന ഷെയറുകൾ അത് സ്വാഭാവികമായി കൈമാറ്റം ചെയ്യുമ്പോൾ നിരാമയുടെ പ്രതിനിധികളുമായി ഒരു കരാറിൽ ഏർപ്പെടുകയും ആ കരാറ് സാധുവാക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഒരു ചിത്രമെടുക്കുകയും ഒക്കെ ചെയ്യുന്നതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. ഇനി അഥവാ അങ്ങനെ ഒരു ചിത്രം എടുത്തിട്ടുണ്ടോ എന്നുള്ളത് വസ്തുത നമുക്ക് മുന്നിൽ ഇല്ല നിലവിൽ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്കങ്ങനെ അത് അത്തരത്തിലുണ്ട് എന്ന് പ്രചരിപ്പിക്കാനുമില്ല. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തന്നെ അത് പുറത്തുവിടുക എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ മര്യാദ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഊഹാപോഹങ്ങളും കെട്ടുകഥകളും പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾക്ക് നാളിതുവരെ ഒരു ആരോപണവും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ദുർബലനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നുള്ള വസ്തുത കൂടി നാം കാണണം. കാരണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് നിരവധി ആരോപണങ്ങൾ. അദ്ദേഹം വാതുറക്കുന്നതേ ആരോപണം ഉന്നയിക്കാനാണ്. പക്ഷേ ആ ആരോപണങ്ങൾക്ക് നാളിതുവരെ ഏതെങ്കിലും അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തെളിവും അന്തരീക്ഷത്തിൽ വിടുന്നതിന് അദ്ദേഹത്തിനായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു പകലിൻ്റെ മാത്രം അല്ലെങ്കിൽ ഈയാമ്പാറ്റയുടെ മാത്രം ആയുസായി ഒടുങ്ങിത്തീരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അങ്ങനെ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരുന്നു എങ്കിൽ, ഏതെങ്കിലും അർത്ഥത്തിലുള്ള തെളിവിൻ്റെ ഒരു കണികയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് തന്നെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അത് പുറത്തുവിടുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ തെളിവ് പുറത്തുവിടാൻ വൈകുന്നത് എന്താണ് എന്നുള്ളതാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ചോദ്യം.
ശ്രീ ജയസൂര്യനിലേക്ക് വരാം. തനിക്ക് ബിസിനസ്സുകളില്ല എന്നാണ് നേരത്തെ രാജീവ് ചന്ദ്രശേഖരൻ പ്രതികരിച്ചിരുന്നത്. ഇപിയുമായി ഒരു ബന്ധമില്ല എന്നും ഇപിയും പറയുന്നു കണ്ടിട്ടില്ല, ഫോണിൽ പോലും വിളിച്ചിട്ടില്ല, തനിക്ക് അറിയുകയില്ലാത്ത ഒരാൾ എന്നാണ്. പക്ഷേ ഇങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നെന്നും ഒരു ധാരണാപത്രം ഒപ്പിട്ടിരുന്നു എന്നുമുള്ള കാര്യവും നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.